ഈ യോദ്ധാവ് തന്റെ പുതിയ വാളിന്റെ മൂർച്ച പരീക്ഷിക്കുകയായിരുന്നു. അയാൾ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അയാൾ പുഴയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒരു കുട്ടിയെ പുറത്തെടുത്തു. ആ കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് തോന്നി. കുട്ടി രക്ഷിച്ചയാളോട് തന്റേതായ രീതിയിൽ നന്ദി പറഞ്ഞു. യോദ്ധാവിന്റെ തോളിൽ ഒരു ഏമ്പക്കം വിട്ട് ഉടൻ തന്നെ അയാളുടെ മുഖത്ത് മൂത്രമൊഴിച്ചു. യോദ്ധാവ് അവനോടൊപ്പം കളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ കുട്ടി ചിരിച്ചു. ഏകദേശം 100 കിലോ ഭാരമുള്ള ഒരു കല്ലെടുത്ത് യോദ്ധാവിന്റെ കാലിലേക്ക് എറിഞ്ഞു. യോദ്ധാവ് സ്തംഭിച്ചുപോയെങ്കിലും കൗതുകം തോന്നി ആ വിചിത്രജീവിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 2 പേർക്കും കുട്ടികളുണ്ടായിരുന്നു. അതിനാൽ അയാൾ ആ കുട്ടിയെ കുട്ടികളില്ലാത്ത 3ാമത്തെ ഭാര്യയ്ക്ക് നൽകി. അടുത്ത ദിവസം രാവിലെ ആ കുട്ടിയെ ഒഴിവാക്കാൻ അയാൾ തീരുമാനിച്ചു. അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു. പക്ഷേ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു കരടിയുടെ ഭീഷണിപ്പെടുത്തുന്ന അലർച്ച കേട്ടപ്പോൾ അയാൾ ഭയന്നു തിരികെ പാഞ്ഞു. പക്ഷെ ആ കുട്ടി ഒരു ടെഡിബിയറിനെ പോലെ ആ വലിയ മൃഗത്തോടൊപ്പം കളിക്കുന്നത് അയാൾ കണ്ടു. വർഷങ്ങൾ കടന്നുപോയി. കുട്ടി വളർന്നു വലുതായി. എന്നാൽ അവൻ പ്രായം കൂടുന്തോറും ചുറ്റുമുള്ളവരെ കൂടുതൽ ഭയപ്പെടുത്തി. അവൻ മറ്റുള്ളവരുമായി ആത്മാർത്ഥമായി സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതവന്റെ സ്വന്തം വഴിക്കായിരുന്നു. ഒരിക്കൽ അവൻ ഒരാളെ പിടിച്ച് കറക്കി പുഴയുടെ അപ്പുറത്തേക്ക് എറിഞ്ഞു. ആ മനുഷ്യൻ ഒരു ഒട്ടകപ്പക്ഷിയെപ്പോലെ തലമണ്ണിൽ പൂഴ്ത്തിപ്പോയി. അവന്റെ പിതാവായി മാറിയ യോദ്ധാവ് അവനെ ശകാരിച്ചു. ദേഷ്യം വന്ന കുട്ടി ഒരു തൂണിനിടിച്ചപ്പോൾ യോദ്ധാവിന്റെ വീട് തകർന്നു വീണു. ആ മനുഷ്യൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് മനസ്സിലാക്കി.